ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മുടെ ഇവിടെ ഫ്രണ്ട് പോർഷനിലുണ്ടല്ലോ, ഈ ഫ്രണ്ട് റൂമിൻ്റെ ഈ താഴെയായിട്ട് കുറച്ച് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അത് ഞാനിങ്ങനെ മെറ്റിലെല്ലാം മാറ്റി കട്ടയൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ അത് മണ്ണൊക്കെ അത് മണ്ണിളക്കാൻ ഭയങ്കര പാടാണ്. ഞാനതിനെ വെള്ളമൊഴിച്ച് കൊടുത്തിരിക്കുക. അത് കുറച്ച് ഇളക്കിയതിന് ശേഷം വേറെ മണ്ണ് കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇത് തോട്ടം ഇത് ഫുള്ളായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് കുറേ ചെടികളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ മേടിച്ചുകൊണ്ട് വരും. പിന്നെ നഴ്സറിയിൽ നിന്ന് മേടിക്കും, വീടുകളിൽ നിന്ന് മേടിക്കും. അങ്ങനെയൊക്കെ ഞാൻ കുറേ ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈയൊരു മരം മുറിച്ചപ്പോൾ കിട്ടിയതിൻ്റെ വേരൊക്കെയാണ്. അത് ഞാനിങ്ങനെ ചെടിയൊക്കെ വെക്കാൻ വേണ്ടി അത് പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ എന്താ പറയുക, ശേഖരങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ബൗളൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരും നാളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോരുത്തർക്ക് കാണുമ്പോഴൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതൊക്കെയാണ്. പിന്നെ ഈ ഒരു ചെടി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ അത് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് അവർ ആവശ്യത്തിന് തന്നത് 2 ചട്ടി നിറയെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഓൺലൈനിൽ വരുത്തിച്ചൊരു സംഭവമാണ്. അതിങ്ങനെ പാകി കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. അതായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. പിന്നെ അങ്ങനെ ജനുവരി പൂവ്, അങ്ങനെ കുറേ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളകുണ്ട്. പിന്നെ ഞാനും ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, പിന്നെ മണിമുല്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് മണിമുല്ലയല്ലെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. ഇത് മരമുല്ലയായിരുന്നു. അതൊക്കെ മരമുല്ലയിൽ ഇപ്പം എനിക്ക് പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ പറയണേ, ഞാൻ നഴ്സറിയിൽ പോയപ്പം മണിമുല്ല കണ്ടപ്പോഴത്തേക്ക് അത് ഞാൻ മേടിച്ചു. മണിമുല്ലയിലും എനിക്കിപ്പോൾ പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയല്ലേ മണിമുല്ല ഗൈസ്? അഭിപ്രായം പറയണേ. പിന്നെ ഈ ചെടി ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്കറിയാമായിരിക്കും. ഞാൻ ഈ ചെടിയുടെ ഈ പ്രാന്തിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ അടുത്ത വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവരുടെ ഒരു ചെടിച്ചട്ടി പൊട്ടിക്കിടക്കുന്നു. അപ്പം കുറേ ചെടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 2 എണ്ണം തരാമോ എന്ന് ചോദിച്ചപ്പം അവരെനിക്ക് തന്നതാണ്. ഇതൊക്കെ കുറച്ച് പഴുത്ത് നിൽപ്പുണ്ട്. ഇനി അതൊക്കെ കട്ട് ചെയ്ത് കളയണം. പിന്നെ ശംഖുപുഷ്പം ഞാനിവിടെ അകത്ത് കുരു കൊണ്ട് നട്ടിട്ടുണ്ട്. അത് ഇതുവരെ മുളച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് കുറേ ചെടിത്തോട്ടം ഉണ്ട് കേട്ടോ. പിന്നെയുള്ളത് വേണ്ട ഈ ബോഗൺവില്ല. ഞങ്ങൾ വെറുതെ ഒരു രസത്തിനൊരു തണ്ട് ഈ 2 സൈഡിലും കൊണ്ട് വെച്ചതാണ്. പക്ഷേ ഇത് ഇത്രയും ഇങ്ങനെ ആവുമെന്നോ ഇത്രയും പൂ പെട്ടെന്ന് ഇടുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചതല്ല. ഇത് പലപ്പോഴും ഞങ്ങൾ ട്രാവലറും ഇന്നോവയൊക്കെ കയറി വരുമ്പം ഇത് ഒരയും. അപ്പം അതൊരു ചേട്ടായിക്ക് അത് ദേഷ്യം. അപ്പോൾ ചേട്ടായി പലപ്പോഴും ഇത് വെട്ടിക്കളയാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വെട്ടിക്കളയാതെ അപ്പോൾ പൂവിടാൻ തുടങ്ങി. അപ്പം അതെനിക്ക് സങ്കടമായിട്ട് ചേട്ടായിനെ കൊണ്ട് ഞാൻ വെട്ടിക്കാതെ നിർത്തിയിരിക്കുക. അഡ്ജസ്റ്റ് ചെയ്താണ് ചേട്ടായി വണ്ടിയൊക്കെ കയറ്റുന്നത്. നല്ല രസമില്ലേ? എന്ത് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഈ കളർ പക്ഷെ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഇവിടെ മിക്സായിട്ട് ഏതെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായേനെ. കണ്ടോ, ഇതിങ്ങനെ മേളോട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ടോ, നല്ല രീതിക്ക് വന്ന് നിൽക്കും. ഇതെങ്ങനെയൊക്കെ ഇത് കണ്ടിട്ട് ഇതെങ്ങനെ വെട്ടാൻ തോന്നും ഗൈസ്? നിങ്ങൾ പറ. ഇത്രയൊക്കെയാണ് എൻ്റെ തോട്ടങ്ങൾ. ഞാൻ ഈ ഫ്രണ്ട് പോർഷനിൽ നിന്ന് എൻ്റെ എന്താ പറയണേ, ചെടികൾ മുഴുവനും ആ സൈഡിൽ കൊണ്ട് വെച്ചിരിക്കുക. ഞാനിങ്ങനെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ ആരുമില്ല. അപ്പം അപ്പുറത്തെ വീട്ടുകാർക്ക് സൗകര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ ഇവിടെ എല്ലായിടവും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന. അപ്പം അവർ വെള്ളം ഒഴിച്ചോളുമല്ലോ എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു കിളി കണ്ടോ, ലവ് ബേർഡ്സ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഈ കൂടിന് എന്തോ ഇവിടെ ഒരു പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. അതുവഴി അത് പറന്നു പോയി. അതുകൊണ്ട് ഇപ്പം ഭയങ്കര വിഷമം. അത് ഒറ്റയ്ക്കേ ഉള്ളതിലുള്ള വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. കണ്ടോ. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ചെടി. ഞാനത് ഓരോന്നോരോന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ബൈ. പിന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മളത് ചെടിയൊക്കെ നട്ട് കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.